നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്ത നിമിഷം വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ തോന്നിയിട്ടുണ്ടോ? നമുക്കറിയാം, എല്ലാവരുടെ മാനസിക അവസ്ഥയിലും മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപോലെയല്ല അവരുടെ ഇമോഷൻസ്. പക്ഷെ ചില ആൾക്കാർക്ക് അവർ സന്തോഷത്തിലായിരിക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു കാരണവും ഇല്ലാതെ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക, ഇത്തരത്തിലുള്ള ഇമോഷൻസിലെ മാറ്റങ്ങൾ കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ലെബിലിറ്റി അഥവാ മൂഡ് ലെബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ പറയുന്ന മൂഡ് സ്വിങ്സിനേക്കാളും വളരെ വ്യത്യസ്തമാണ് ഈ പറഞ്ഞ മൂഡ് ലെബിലിറ്റി അഥവാ ഇമോഷണൽ ലെബിലിറ്റി. പെട്ടെന്ന് നല്ല സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു ചെറിയ കാരണം മതി ആ ചിരി മാറി അവർ സങ്കടത്തിലാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ലെബിലിറ്റി കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് അവരുടെ ദൈനംദിന ജീവിതത്തെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. അത് അവരുടെ റിലേഷൻഷിപ്പിനെയും അതുപോലെ തന്നെ അവർക്ക് കടുത്ത ഒരു മാനസിക സമ്മർദ്ദവും പിന്നീട് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു ഗിൽറ്റ് ഫീലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കോ ഈ ഒരു ഇമോഷണൽ ലെബിലിറ്റി അഥവാ മൂഡ് ലെബിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.